ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് സുബഹിക്ക് തെയ്യോട്ടുചിറ കമ്മസൂഫി നഗറിൽ അവസാനത്തെ ദിവസമായ ഇന്ന് അന്നദാനത്തിനോടനുബന്ധിച്ച് മൗലിദ് പാരായണവും ഖബർ സിയാറത്തുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് തെയ്യോട്ടുചിറ കമ്മസൂഫി നഗറിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ദുആ മജ്ലിസും കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്താണെന്നുണ്ടെങ്കിലും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഓരോ വർണ്ണാഭമായ അവസ്ഥകളും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه ആരോടുള്ള മഅയ്യത്ത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അർവാഹിയായ സാന്നിധ്യം ഞങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിലും ദുനിയാവിലും ആഖിറത്തിലും മരണസമയത്തും ഞങ്ങളുടെ ഖബറിലും ഞങ്ങളുടെ ആപൽ ഘട്ടങ്ങളാകുന്ന മഹ്ശറിലുള്ള ഓരോ കടമ്പകളിലും ആ മഹാന്റെ കൈപിടിച്ച് രക്ഷപ്പെടാനുള്ള തൗഫീഖ് ഇതുവഴി ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അഷ്ടദിക്കുകളിൽ നിന്ന് പലരും ഈ വിശുദ്ധരുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നവരാണ് റഹ്മാനേ. ഈ ദിവസം വരെ ദുൽഹജ്ജ് വന്ന് തൊട്ട് ഈ ദിവസം വരെ വിവിധ ഉറൂസിന്റെ കാര്യങ്ങൾ നടന്നതിൽ പങ്കുകൊണ്ടവരുണ്ട് റഹ്മാനെ. എല്ലാറ്റിനും വളരെ കഷ്ടപ്പെട്ട് പങ്കെടുത്തവരുണ്ട് റബ്ബേ. അതൊക്കെയും ഈ മഹാനോടുള്ള മഹബ്ബത്താണ് അല്ലാഹ്. ഈ വിശുദ്ധരുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് അനവധി ആളുകൾ വിവിധ സദഖകളും നേർച്ചകളും ഹദിയകളും നൽകിയവരാണ് റബ്ബേ. അതിന്റെ വിശദാംശം നിനക്കറിയുമല്ലോ റബ്ബേ. ആടുകളുണ്ട്, കോഴികളുണ്ട്, അതുപോലെ മറ്റു മാംസത്തിന്റെ കാശുകളുണ്ട്, മറ്റിതര പണങ്ങളുണ്ട് റബ്ബേ. വിവിധ വസ്തുക്കളുണ്ട് റഹ്മാനെ. എല്ലാം അവർ നൽകിയത് അവരുടെ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടിയാകാം. ഈ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം, ആ മഹാനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഒന്ന് മാത്രമായിരിക്കാം. ഏതാണെങ്കിലും അതിന്റെ നിയ്യാത്ത് മഖ്സൂദാത്തുകൾ നിനക്കറിയുമല്ലോ റബ്ബേ. എല്ലാം അവർക്ക് നീ സഫലമാക്കി കൊടുക്കണേ റബ്ബേ. സഫലമായ ഉദ്ദേശത്തിന് റബ്ബേ. മൂർധാവ് തൊട്ട് കാൽപാദം വരെയുള്ള ശരീരത്തിന്റെ അകത്തും പുറത്തുമുള്ള രോഗങ്ങള്, ബാഹ്യവും ആന്തരികവുമായ രോഗങ്ങള്, സാഹിറിന്റെ സീറോ, ചതിയന്റെ ചതിയോ, വഞ്ചകന്റെ വഞ്ചനയോ, കണ്ണന്റെ കണ്ണേറോ, അസൂയാലുവിന്റെ ഷർവോ അതിന് കാരണമാവാം റബ്ബേ. നീ കവിയാണ്. ഈ മഹാന്റെ ഹക്ക് കൊണ്ട്, ഈ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നീ പരിപൂർണ്ണ ശിഫാ നൽകണേ റബ്ബേ. ഞങ്ങളുടെ അഹ്ലി ഔലാദ് അസ്വാജിലുള്ള രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലുള്ള രോഗങ്ങൾക്കും ശിഫ നൽകണേ റബ്ബേ. വല്ല രോഗങ്ങളും ഞങ്ങൾക്ക് കണക്കാക്കിയെങ്കിൽ അത് തട്ടി ഒഴിവാക്കണമേ റബ്ബേ. അറ്റാക്ക്, ക്യാൻസർ, സ്ട്രോക്ക് പോലത്തെ രോഗങ്ങള്, കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ട രോഗങ്ങള്, അതുപോലെ കീമോ റേഡിയേഷൻ ചികിത്സകൾ നടത്തേണ്ട മാരോഗങ്ങള്, അല്ലാഹുവേ, അതൊന്നും ഞങ്ങൾക്ക് തരല്ല റബ്ബേ. സഹിക്കാൻ കഴിയാത്ത വേദനകളുള്ള രോഗങ്ങൾ തരല്ല റബ്ബേ. ചികിത്സിക്കാൻ അസാധ്യമായ രോഗങ്ങൾ തരല്ല റബ്ബേ. തന്നത് ശിഫയാക്കണേ റഹ്മാനേ. ജോലികളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ ദീനീ ഖിദ്മാത്തുകളും തഅല്ലുമും തഅലീമും തദ്രീസിലും അതുപോലെ മറ്റിതര ജോലികളും ചെയ്യുന്നതിലൊക്കെയും നീ ഖൈറും ബറക്കത്തും ഏറ്റി നൽകണേ റബ്ബേ. അതിലൊക്കെയുള്ള പ്രതിസന്ധികൾ നീ നീക്കി കൊടുക്കണേ റഹ്മാനേ. അപ്പൊ സുഹൃത്തുക്കളെ, ദുആ നേതൃത്വത്തിന് ശേഷം അന്നദാനത്തിനു വേണ്ടി പുറത്തേക്ക് ആളുകൾ പോകുന്ന ഒരു കാഴ്ചയാണ് തെയ്യോട്ടുചിറ കമ്മസൂഫി നഗറിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷം കൂടുന്തോറും ആളുകളുടെ ജനവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തെയ്യോട്ടുചിറയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ജനങ്ങളാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ഈ രാവിലെ കാഴ്ചയാണ്. അന്നദാനത്തിന് വേണ്ടി 6 മണി 6:30 സമയത്ത് ഇത്രത്തോളം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി വരി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തെയ്യോട്ടുചിറയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
സുഹൃത്തുക്കളെ, നമ്മളെ തെയ്യോട്ടിച്ചിറ കമ്മസൂഫി നവറുല്ലാഹു മർക്കദ തങ്ങളുടെ ഉറൂസ് മുബാറക്കിന്റെ അവസാനത്തെ ദിവസം അന്നദാനമാണ് കേട്ടോ. ആ ഒരു മഹനീയ കാഴ്ചയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തെയ്യോട്ടിച്ചിറയിലെ അന്നദാനം നൽകുന്ന ആ ഒരു ആളുകളുടെ തിക്കും തിരക്കും തന്നെയാണ് നമ്മളിപ്പോൾ തെയ്യോട്ടിച്ചിറ കമ്മസൂഫി നഗറിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വളണ്ടിയർമാരും അതുപോലെ എല്ലാവരും സജ്ജമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രേക്ഷകരെ. അപ്പോൾ ഇത് തെയ്യോട്ടിച്ചിറ കമ്മസൂഫി നഗറിലെ അന്നദാന ചടങ്ങാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടമാനം ജനങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. തിക്കും തിരക്കുമായിട്ട് അവിടെ ആളുകൾ സംഗമിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കമ്മസൂഫി നഗറിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നാല് പുറം കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെമ്പിൽ അരി വേവുന്നുണ്ട്, അതുപോലെ ബീഫ് വേവുന്നുണ്ട്, അതുപോലെ മറ്റു സാമഗ്രികളൊക്കെ ഇവിടെ കുക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലമാണിത് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും നല്ല നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളുമായി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് സ്നേഹം മാത്രം.